ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കർക്കിടക മാസമാണ് വരാൻ പോകുന്നത്. 17-ാം തീയതി, ഈ മാസം 17-ാം തീയതിയാണ് കർക്കിടകം 1. നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികൾ, കർക്കിടക മാസത്തെ പുണ്യമാസമായിട്ടാണ് കണക്കാക്കുന്നത്. പഴയ കാലത്ത് പറയും പഞ്ഞക്കർക്കിടകമാണ് എന്നല്ലേ. അതായത് ദാരിദ്ര്യം കൂടുതലുള്ള മാസമാണ് കർക്കിടക മാസം. കാലാവസ്ഥ അത്ര അനുകൂലമല്ല, രോഗവർദ്ധനവുണ്ടാക്കുന്ന മാസമാണ് കർക്കിടകം. രോഗം ഉണ്ടാകും, പുതിയ രോഗങ്ങൾ ഉണ്ടാകാം, ഉള്ള രോഗങ്ങൾ വർദ്ധിക്കാം. അങ്ങനെ അത്ര സുഖകരമല്ലാത്ത ഒരു അന്തരീക്ഷമായിരിക്കും ഈ കർക്കിടക മാസത്തിൽ വരുന്നത്. അതുകൊണ്ട് പഴയ ആളുകൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിനായിട്ട് ധാരാളം മുൻകരുതലുകളാണ് എടുത്തിരുന്നത്. അതിനൊരു ഉദാഹരണമാണ് രാമായണ മാസം. അതായത് പഴയ കാലത്തുള്ള ആളുകൾ ആ മാസം ഒരു പുണ്യമാസമായി കരുതുകയും നിത്യവും വിളക്ക് വെച്ച് രാമായണം വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുകയും ചെയ്തതുകൊണ്ട് പലപ്പോഴും ആ മാസത്തിൽ ആളുകൾ എന്തു ചെയ്യും? കൂടുതൽ സസ്യാഹാരികളായി മാറും. അത് അവരുടെ ശരീരത്തിന് വളരെ നല്ലതാണ്, സസ്യാഹാരം കഴിക്കുന്നത്. അപ്പോൾ രോഗവർദ്ധനവ് കുറയ്ക്കും. അതുപോലെ പഞ്ഞക്കർക്കിടകമാണല്ലോ, ദാരിദ്ര്യം അന്നത്തെ കാലത്ത് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ധാരാളം നമ്മുടെ പറമ്പിലൊക്കെയുള്ള പച്ചിലകൾ, അതുപോലെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പദാർത്ഥങ്ങളൊക്കെ തന്നെ ആ സമയത്ത് അവർ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആഹാരങ്ങൾ, അതായത് നമ്മുടെ പറമ്പിലുള്ള പച്ചിലകൾ, പച്ചക്കറികൾ, അല്ലെങ്കിൽ ഒരുപാട് ഔഷധങ്ങൾ, അതൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ആ സമയത്ത് കഴിക്കും. അത് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം രോഗമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പുറകിൽ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ കർക്കിടക മാസം വീടൊക്കെ വളരെ വൃത്തിയായും ഭംഗിയായും ആളുകൾ സൂക്ഷിക്കും. അതിൻ്റെ കാരണവും ഈ രോഗമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നത്. അപ്പോൾ പഴയ കാലത്ത് എന്ത് ചെയ്യും? കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീട്ടിലുള്ള പഴയ സാധനങ്ങളെല്ലാം അവരെടുത്ത് കളയും. പുതിയ സാധനങ്ങളൊക്കെ അവർ മേടിച്ചു വെക്കും. പഴയ കീറത്തുണി, അതുപോലെ പൊട്ടിയ വിഗ്രഹങ്ങൾ, ഭഗവാന്റെ പടങ്ങൾ, പൊട്ടിയ വിളക്കുകൾ, ഇതെല്ലാം മാറ്റും. അത് പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. അത് ഓരോ 31-ാം തീയതിയും ചെയ്യും. ഓരോ പുതിയ മാസം വരവേൽക്കുന്നതിന് മുമ്പായിട്ടും എല്ലാവരും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ മാറ്റി 1-ാം തീയതി ഒരു പുതുമാസം എന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ചെയ്യാൻ ആർക്കും സമയവുമില്ല. അങ്ങനെ അതൊരു ചടങ്ങായിട്ട് വല്ലപ്പോഴുമൊക്കെ ചെയ്തു പോകുന്ന ഒരു കാര്യം മാത്രമായിട്ട് അതങ്ങ് മാറി. കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പും അങ്ങനെ ചെയ്യണം. സാധാരണ നമ്മൾ കർക്കിടകം 31-ന് ചെയ്യും അല്ലേ, പഞ്ഞക്കർക്കിടകം കളയുക എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യും ചിങ്ങം 1-ന് മുമ്പായിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പും ചെയ്യണം. കാരണം കർക്കിടകം ഒരു പുണ്യമാസമാണ്. നമ്മുടെ വീട്ടിലേക്ക്, പ്രത്യേകിച്ച് രാമായണമൊക്കെ വായിക്കുന്ന വീടുകളിലേക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും അങ്ങനെയുള്ള വീടുകളിൽ. അതുപോലെ പിതൃക്കളുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. നിങ്ങൾ ഇപ്പം മുതൽ തുടങ്ങിക്കോളൂ. ഓരോ മുറിയായിട്ട് നിങ്ങൾ വൃത്തിയാക്കി തുടങ്ങിക്കോളൂ. ഓരോ മുറിയിലും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അലമാരിയിൽ പഴയ സാധനങ്ങൾ, നിങ്ങൾക്ക് ഒരു ആവശ്യവുമില്ലാത്ത സാധനങ്ങൾ വരെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇപ്പോഴേ എടുത്ത് മാറ്റുക, അതെല്ലാം കളയേണ്ട സാധനങ്ങളെല്ലാം കളയുക. അതുപോലെ വിളക്കൊക്കെ, പൊട്ടിയ വിളക്കുകൾ, അതുപോലെ എണ്ണ കാലുന്ന വിളക്കുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയത് മേടിക്കണം. കീറിയ തുണികൾ, പഴകിയ മുറം, ഉപയോഗിക്കാൻ പറ്റാത്ത ചൂലുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. അങ്ങനെ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ 16-ാം തീയതി ആകുമ്പോഴേക്കും പിന്നെ നമുക്കൊന്ന് തൂത്ത് തുടച്ച് ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ മാത്രം മതി. അല്ലാതെ അന്ന് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ കുഴയും. അതുകൊണ്ട് നേരത്തെ ഓരോരോ മുറിയായിട്ട് നിങ്ങൾ വൃത്തിയാക്കിക്കോളൂ. അങ്ങനെ കർക്കിടക 1-ന് മുമ്പ് നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ
വൃത്തിയായിരിക്കണം. അതുപോലെ ഈ നശിച്ചു പോകാറായ, അതായത് മരിച്ചു പോകാറായ തുളസി കാണും നിങ്ങളുടെ വീട്ടിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് മരിക്കാറായ തുളസി ഉണ്ടെങ്കിൽ ആ തുളസിയെ മാറ്റണം. എന്നിട്ട് പുതിയ തുളസി ആ സ്ഥാനത്ത് അത് വെക്കണം. തുളസി ഒരിക്കലും ഇങ്ങനെ കൈകൊണ്ട് ഒടിക്കുകയേ ചെയ്യാവൂ, അല്ലാതെ ഇങ്ങനെ വെട്ടിക്കളയരുത്, ഇരുമ്പ് കൊണ്ട് വെട്ടരുത് എന്ന് പറയും തുളസിയെ. അങ്ങനെ നിങ്ങൾക്ക് പഴയ തുളസി, അതായത് മരണപ്രായമായ തുളസി ഉണ്ടെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട്, അതിനിപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കകം അത് കരിയുമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഈ തുളസി ഒന്ന് പിഴുത് എവിടെയെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത്, തെങ്ങിൻ്റെ ചുവട്ടിലോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അത് മാറ്റി വെച്ചേക്കുക. അങ്ങനെ ചെയ്യണം. അതല്ലാതെ അവിടെ നിന്ന് കരിയാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കർക്കിടക മാസത്തിൽ നമുക്ക് രാമായണം ഓരോ ദിവസവും, നിങ്ങൾ രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ ദിവസവും നിങ്ങൾ രാവിലെയാണ് വായിക്കുന്നതെങ്കിൽ കൃത്യമായി രാവിലെ തന്നെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല സന്ധ്യയ്ക്കാണെങ്കിൽ സന്ധ്യയ്ക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് രാവിലെ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ വൈകുന്നേരം വായിക്കാം, സന്ധ്യയ്ക്ക് വായിക്കാം, അതിൽ തെറ്റില്ല. അങ്ങനെ രാമായണം വായിക്കാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ രാമായണം വായിക്കുക. അതല്ലെങ്കിൽ ഹരേ രാമ എന്ന നാമമെങ്കിലും ജപിക്കുക. നമുക്കെന്തായാലും ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് ആ ഒരു മാസം കൊണ്ട് രാമായണം കഥാരൂപത്തിൽ നമുക്ക് അത് പറയാം. അത് വളരെ നല്ലതാണ്. കാരണം പലപ്പോഴും നമുക്ക് ഈ രാമായണം വായിക്കാനായിട്ട് സമയം കിട്ടണം എന്നില്ല. കുറച്ച് സമയമിരുന്ന്, ഇന്നത്തെ ആ ആധുനിക ലോകത്തിൽ പലപ്പോഴും തിരക്കുണ്ട് പലർക്കും, പ്രത്യേകിച്ച് ഈ ഷിഫ്റ്റ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പലപ്പോഴും കൃത്യമായി ഇരുന്ന് രാമായണം വായിക്കാനുള്ള സമയം കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കും, അതല്ല രാമായണം വായിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും രാമായണം കഥാരൂപത്തിൽ കേൾക്കുക കൂടി ചെയ്യുമ്പോൾ അത് കൂടുതൽ ഒരു ഫലവത്തായി മാറും. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാമല്ലോ. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ വെറുതെ നമ്മൾ കുറച്ച് സമയം ഇരിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ആ കഥ കേൾക്കാം, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ കഥാരൂപത്തിൽ കഴിഞ്ഞ വർഷം നമ്മളങ്ങനെ പറഞ്ഞു, ധാരാളം ആളുകൾ അത് കേട്ടു. എല്ലാ ദിവസവും ഈ കഥ കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ ഇങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണയും നിങ്ങളെല്ലാവരും ഉണ്ടാകണം. കഥ നമുക്ക് പറയാം ഓരോ ദിവസവും. അത് വളരെ നല്ലതാണ്. കഥാശ്രവണം അത് അങ്ങേയറ്റം ഉത്തമമാണ്, കേൾക്കുന്നത് കഥാരൂപത്തിൽ. അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ അതൊരു പുണ്യമാസമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും കർക്കിടക മാസത്തെ വരവേൽക്കണം. ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കണം. പ്രത്യേകിച്ച് ഈ ആസ്മ പോലുള്ള ആളുകൾക്കൊക്കെ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. വാദമുള്ള ആളുകൾക്ക് അത് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാധവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അറിയാം. എൻ്റെ അച്ഛന് ആ സമയത്ത് തീരെ വയ്യാതായി ഹോസ്പിറ്റലിലായ ഒരു മാസമായിരുന്നു. ഒരു ദിവസം നമ്മളങ്ങനെ രാമായണം പറയുന്നത് നമ്മൾ മുടങ്ങിപ്പോവുകയും ചെയ്തു. ആ 2 കഥയും കൂടെ ഞാൻ പിറ്റേ ദിവസമാണ് ഇട്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഹോസ്പിറ്റലൈസ് ആയിപ്പോയി, ആസ്മ കൂടിയിട്ട്. ഇപ്പോഴും തീരെ വയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, നമുക്ക് മറ്റ് ആപത്തുകളൊന്നും കൂടാതെ കടന്നു പോകുന്നതിനായിട്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് അന്ന് അച്ഛനെ രക്ഷിച്ചത്. ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഒരുപാട് ഫലം കിട്ടുകയും ചെയ്തു. നമുക്കങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ മാസം കടന്നു പോകാനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ആരോഗ്യകാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുക. കാരണം ആരോഗ്യം വളരെ പ്രധാനമാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കുന്നതിനായിട്ട്. രോഗം വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് കഴിവതും സസ്യാഹാരം അത് സ്വീകരിക്കാനായിട്ട്, അത് ശീലിക്കാനായിട്ട് ശ്രമിക്കുക. സസ്യാഹാരമാണ് എപ്പോഴും നല്ലത്. മാംസാഹാരം കഴിക്കാം, ദോഷമില്ല. പക്ഷേ അതൊരു ശീലമാക്കാതെ കിട്ടിയില്ലെങ്കിലും ജീവിക്കാം എന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറണം. അതല്ലാതെ എനിക്കത് കിട്ടിയാലേ ജീവിക്കാൻ സാധിക്കൂ എന്ന അവസ്ഥയിൽ നിന്നും മാറാനായിട്ട് കുറേശ്ശെ ശ്രമിക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ കർക്കിടക മാസം മുഴുവനായിട്ടും നമ്മൾ രാമായണം വായിക്കുന്നുണ്ടല്ലോ. രാമായണ മാസമാണല്ലോ. ഇനി രാമായണം വായിച്ചില്ലെങ്കിലും
ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ രാമനാമം ജപിക്കുമ്പോഴെങ്കിലും ഉണ്ടാകും. അത് നിങ്ങൾ ജപിക്കണം. അതുപോലെ പിതൃക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. കാരണം കർക്കിടക വാവ് ബലിയൊക്കെ നമ്മൾ ആ സമയത്താണല്ലോ ചെയ്യുന്നത്. പിതൃക്കളുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. അവരുടെ അനുഗ്രഹം നമുക്ക് വേണം. സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ഹിന്ദുമത വിശ്വാസപ്രകാരം മോക്ഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഇനിയൊരു ജന്മം വേണ്ട. നമ്മുടെ പിതൃക്കൾക്കൊക്കെ നമ്മൾ മോക്ഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരും മോക്ഷത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മോക്ഷം കൊടുക്കുന്നത് ആരാണ്? ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവാണ്, അല്ലേ? മഹാവിഷ്ണുവാണ് മോക്ഷം നൽകുന്നത്. അതുകൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങളൊക്കെ തന്നെ ധാരാളമായിട്ട് ചെയ്യുക. ഈ രാമായണം തന്നെ മഹാവിഷ്ണു പ്രീതികരമാണ്. കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീരാമൻ. രാമരാമൻ ജപിക്കുക, ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ കഴിയുമെങ്കിൽ നിങ്ങൾ നെയ്യ് കൊണ്ട് വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പാത്രം നെയ്യ് മേടിക്കുക. എന്നിട്ട് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന എണ്ണയ്ക്കകത്ത് ആ നെയ്യ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തെളിയിച്ചാലും മതി. കാരണം മാസം മുഴുവനും ചിലപ്പോൾ നെയ്യ് കൊണ്ട് വിളക്ക് തെളിയിക്കാനായിട്ട് നമുക്ക് പറ്റണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ പാത്രം നെയ്യ് മേടിക്കുക. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ തെളിയിക്കാനായിട്ടെങ്കിലും നിങ്ങളൊന്ന് ശ്രമിക്കുക. അത് വളരെയധികം ഐശ്വര്യദായകമാണ്. അതുപോലെ 5 തിരിയിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കും, അല്ലേ? 5 തിരിയിട്ട് തെളിയിക്കുന്ന വിളക്കിനെയാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. ഭദ്രദീപം തെളിയിക്കുന്നത് മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ്. ഭദ്രദീപം തെളിയിക്കുന്ന വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകുമെന്നും സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കഴിയുമെങ്കിൽ നിങ്ങൾ മഞ്ഞ തിരിയിട്ടിട്ട് വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ അലക്ക് വസ്ത്രം അത് തിരി തെറുത്ത് അങ്ങനെയാണ് വിളക്ക് തെളിയിച്ചിരുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മളെല്ലാം റെഡിമെയ്ഡ് തിരിയാണ് മേടിക്കുന്നത്. എന്തു തന്നെയായാലും അങ്ങനെയുള്ള തിരിയാണെങ്കിലും നിങ്ങൾ കുറച്ച് തിരി എടുത്തിട്ട് അത് ഈ മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് മുക്കി വെക്കണം. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ മുക്കി വെച്ചതിന് ശേഷം ഈ തിരി നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഒരു മഞ്ഞളിൻ്റെ അംശം ആ തിരിയിലുണ്ടാകും. എന്നിട്ട് ഈ മഞ്ഞ നിറത്തിലുള്ള തിരിയിട്ടിട്ട് വിളക്ക് തെളിയിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ വളരെ വളരെ ഉത്തമമാണ്. അതിൻ്റെ ആ ഒരു പുക നമ്മൾ ശ്വസിക്കുന്നത് നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കും. ത്രിദോഷങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ഈ കർക്കിടക മാസം. ഇതിൻ്റെ പുക, അതായത് മഞ്ഞ തിരിയിട്ട ആ വിളക്കിൻ്റെ ആ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ ത്രിദോഷങ്ങൾ കുറയും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് അങ്ങനെ മഞ്ഞ തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നത് മഹാവിഷ്ണുവിന് വളരെ പ്രീതികരമാണ് എന്നും വിശ്വസിക്കുന്നു. അതുപോലെ രാമായണം നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഒരു രാമായണം പുതുതായിട്ട് മേടിക്കുക. നമ്മൾ മലയാളികൾ സാധാരണയായിട്ട് അധ്യാത്മരാമായണമാണ് വായിക്കുന്നത്. അപ്പോൾ അധ്യാത്മരാമായണം നിങ്ങൾ ഇല്ലെങ്കിൽ ഒരെണ്ണം മേടിച്ചിട്ട് ഇനി വായിച്ചില്ലെങ്കിലും വിളക്ക് തെളിയിക്കുന്നതിൻ്റെ അവിടെ ഒന്ന് വെച്ച് നിങ്ങൾ ഒരു തിരിയൊക്കെ കാണിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ധാരാളം രാമായണം നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാനായിട്ട് കിട്ടും. ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മേടിച്ചോളൂ. അതല്ലെങ്കിൽ നമുക്ക് ബുക്ക് സ്റ്റാളിൽ കിട്ടുമല്ലോ. എങ്ങനെയായാലും നിങ്ങൾ ഒരു രാമായണം മേടിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഓരോ ഹിന്ദുമത വിശ്വാസിയുടെയും വീട്ടിൽ, ഓരോ ഹൈന്ദവൻ്റെയും വീട്ടിൽ ഒരു രാമായണം വേണം. അതിനു വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഒരെണ്ണം മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ വെക്കണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ആരോഗ്യമൊക്കെ സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് നാമം ജപിച്ച് ഇരിക്കുക. എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ.